എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെതാ നമ്മൾ മാളികപ്പുറം സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നേരെ നമുക്ക് കഥയിലേക്ക് പോയാലോ. അനു ആണെങ്കിൽ ഭയങ്കര വിഷമത്തിലൊക്കെയാണ്. അപ്പൊ ഗിരിദേവനെ ആശ്വസിപ്പിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ അനുവിന്റെ ചെറുക്കന്റെ കൂട്ടര് വീട്ടിലേക്ക് വരികയാണ്. ഇനിയിപ്പോ കല്യാണത്തിന്റെ തലേ ദിവസമായി, ഇതുവരെ നിങ്ങൾക്ക് പൈസ തരാനായിട്ട് സാധിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വിവാഹം വേണ്ടെന്ന് വെക്കാം. ഇപ്പൊ നിർത്തുന്നതായിരിക്കുമല്ലോ നല്ലത്. നാളെ എന്തായാലും നിങ്ങൾ നാണം കെടും, ഞങ്ങളും നാണം കെടും. വിചാരിച്ച എത്ര പണവും സ്വത്തുക്കളും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു കാരണവശാലും ശ്രീരാജ് അനുവിന്റെ കഴുത്തിൽ താലി ചാർത്തില്ല എന്നുള്ള കാര്യം അനുവിന്റെ അച്ഛനോട് നല്ല വ്യക്തമായ ഭാഷയിൽ തന്നെ ശ്രീരാജിന്റെ അച്ഛൻ പറയാണ്. അപ്പൊ വേണു ആണെങ്കിലോ വളരെ മനസ്സ് വിഷമിച്ച് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. ഇനിയിപ്പോ എന്ത് ചെയ്യും, കല്യാണം നിർത്തുക തന്നെ, അത് തന്നെയുള്ളൂ ഇനിയിപ്പോ ചെയ്യാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഇവരിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും ഗിരിദേവനും വാവയും കൂടി അങ്ങോട്ട് വരിക. അവർ വന്ന പാടെ തന്നെ പറയുന്നുണ്ട്, ദേ ഇന്ന് രാത്രി തന്നെ നഷ്ടപ്പെട്ടു പോയ പണം തിരികെ ലഭിക്കും. അതുകൊണ്ട് കല്യാണം ഒരു കാരണവശാലും നിർത്തിയൊന്നും വെക്കണ്ട. അതെങ്ങനെയാ കൊച്ചേ, നീ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാനും മാത്രം മന്ദബുദ്ധികളാണോ ഞങ്ങളതും ചോദിച്ച് ചെറുക്കൻ്റെ അച്ഛൻ ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ പുള്ളി ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ഇത്രയും ദിവസം നിങ്ങൾ ക്ഷമിച്ചില്ലേ, ഈ ഒരു രാത്രി കൂടി നിങ്ങൾ ക്ഷമിക്കുക. രാത്രി എന്തായാലും പണം തിരികെ ലഭിക്കും. എൻ്റെ അമ്മാവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, മഹാസിദ്ധനാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നഷ്ടപ്പെട്ടു പോയ പണം തിരികെ ലഭിക്കുമെന്നുള്ള കാര്യം ഗിരിദേവൻ പറയുക. അപ്പൊ ഗിരിദേവനെ കളിയാക്കിക്കൊണ്ട് നമ്മുടെ വല്യമാവൻ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ പറയുന്നത്, എടാ ചെറുക്ക, എത്ര തലകുത്തി നിന്നാലും ഈ ഒരു രാത്രി കൊണ്ട് എങ്ങനെ പൈസ ഒപ്പിച്ചെടുക്കാന്നാ നീ പറയുന്നത്? വെറുതെ അവരെ മുഷിപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് അനുസരിച്ചാൽ എന്താ പ്രശ്നം? നാളെ ഒരു ദിവസം ശ്രീരാജ് ഏട്ടനൊരു കാര്യം അനു ചേച്ചിയെ കല്യാണം കഴിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ക്ഷേത്രത്തിലേക്ക് വരിക. വന്നിട്ട് അവിടെ വെച്ച് പണം തന്നില്ല എങ്കിൽ വേണ്ട, ഈ കല്യാണം നടക്കണ്ട. പണം തന്നു കഴിഞ്ഞാൽ ശ്രീരാജ് ഏട്ടന് അനു ചേച്ചിയെ വിവാഹം കഴിക്കാമല്ലോ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ ഗിരിദേവൻ വെക്കുമ്പോഴത്തേക്കിനും എന്നാ ആയിക്കോട്ടെ, ഈ ചെറുക്കൻ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്നു. നാളെ എന്തായാലും ശ്രീരാജ് താലിയുമായിട്ട് ക്ഷേത്രത്തിലുണ്ടാകും എന്നുള്ള കാര്യം ശ്രീരാജിന്റെ അച്ഛൻ വാക്ക് കൊടുത്തിട്ട് അവരവിടുന്ന് ഇറങ്ങിപ്പോവാ. അപ്പം അനു ആണെങ്കിൽ റൂമിൽ വിഷമിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ഉണ്ണിമോൾ അങ്ങോട്ട് ചെന്നിട്ട് പറയുന്നുണ്ട്, അതെ അനുചേച്ചി ഇങ്ങനെ വിഷമിച്ചൊന്നും നിൽക്കല്ലേ, ഗിരിദേവൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി ഗിരിദേവന്റെ സിദ്ധനമ്മാവൻ ഇവിടെ എത്തുമെന്നും പൈസ അദ്ദേഹം കണ്ടെത്തുമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അനുചേച്ചി വിഷമിക്കേണ്ട കേട്ടോ, കല്യാണമൊക്കെ നടക്കും. എന്തിനാ ഉണ്ണിമോളെ എന്നെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നത്? ഒരു കാരണവശാലും കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് നമ്മുടെ അനു നിൽക്കുന്നത്. ചേച്ചി, ഗിരിദേവൻ ദൈവത്തിന് തുല്യമാണ്. അത് എൻ്റെ മുത്തശ്ശിയും തിരുമേനിയും ഒക്കെ പറഞ്ഞപ്പോൾ ചേച്ചിക്ക് മനസ്സിലായതല്ലേ. അതുകൊണ്ട് തന്നെ ചേച്ചി ആ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്ത് വെക്ക്. എന്തിനാ ചേച്ചി ഇങ്ങനെ നിരാശപ്പെടുന്നത്? വിചാരിച്ച സമയത്ത് കല്യാണം നടക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അനു മുത്തശ്ശിയെക്കുറിച്ചും അതുപോലെ തിരുമേനി പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. അപ്പൊ അനുവിനൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അത് അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അനുരാഗിന്റെ അച്ഛനും അമ്മയും അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ വിഷമിക്കുമൊന്നും വേണ്ട, ഇനിയിപ്പം ഇത് നടക്കാൻ വിധിയില്ല എന്ന് തന്നെ വിചാരിച്ചാൽ മതി. എന്തായാലും കല്യാണം ഇനി നടക്കില്ലല്ലോ. ഇതുപോലെയുള്ളൊരു പണക്കൊതിയനെ ആണല്ലോ നീ സ്നേഹിച്ചത്. അവന്റെ അച്ഛനും അമ്മയും കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് ഒരക്ഷരം പോലും അവൻ എതിർത്ത് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുത്തനെ നീ എന്തിനാ മോളെ സ്നേഹിച്ചത്? 2 കൊല്ലം സ്നേഹിച്ചെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ അനുവിന് വലിയ സങ്കടമായിട്ടോ. അനു ആണെങ്കിൽ അവിടെ നിന്ന് വിങ്ങി പൊട്ടി കരയുക. അപ്പൊ ഗിരിദേവൻ പറയുന്നുണ്ട്, ഈ വീട്ടിൽ എന്തായാലും കല്യാണം നടക്കും. ദേ പിള്ളേരെ, നിങ്ങൾ എല്ലാവരും ആഘോഷങ്ങൾ തുടങ്ങിക്കെന്നും പറഞ്ഞ് പിന്നെ ആ വീട്ടിൽ അങ്ങ് പൊടി പൂരം നടക്കുക. പിള്ളേരെല്ലാവരും കൂടി നല്ല രീതിയിൽ ഡാൻസ് ഒക്കെ കളിച്ച് നല്ല ആഘോഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ പാറക്കുട്ടിയുടെ അച്ഛൻ വന്നിട്ട് പറയുക, ഗിരിദേവൻ അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗിരിദേവന്റെ സിദ്ധനമ്മാവൻ ഇവിടെ വരും. എനിക്ക് വിശ്വാസമാണ്, ഗിരിദേവനെ എനിക്ക് നല്ല വിശ്വാസമാണ് എന്നുള്ള കാര്യമൊക്കെ പറയുക. അപ്പം വല്യമ്മാവനാണെങ്കിൽ കുട്ടികളുടെ ഡാൻസ് ഒക്കെ കാണുമ്പോഴത്തേക്കിനും ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? നടക്കാത്ത കല്യാണത്തിന് വേണ്ടിയാണല്ലോ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ മേളം കൂട്ടുന്നതെന്നും പറഞ്ഞ് ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങോട്ടേക്ക് ഗിരിദേവൻ വന്നിട്ട് പറയാ, ദേ എൻ്റെ വല്യമ്മാവൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാണാതെ പോയ കാശ് തിരികെ ലഭിക്കും. പിന്നെ ചില ആൾക്കാരുടെ, ചില അകന്ന ബന്ധുക്കളുടെ ഒക്കെ അഹങ്കാരം ഇന്നത്തോടുകൂടി അവസാനിക്കും എന്നൊക്കെ പറയുക. അകന്ന ബന്ധു എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ വല്യമ്മാവനെ തന്നെയാട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കിനും അതേസമയം നമ്മുടെ അനു ആണെങ്കിലോ ഗിരിദേവനിലും വാവയിലും ഉള്ള വിശ്വാസമൊക്കെ നശിച്ചു. അപ്പൊ അനു വലിയ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും ഉണ്ണിമോളും ഗിരിദേവനും കൂടി അങ്ങോട്ട് വരിക. ഇനി എന്തിനാ ഗിരിദേവ ദേ കല്യാണം നടക്കില്ല എന്നുള്ളത്
നല്ല രീതിയിൽ എനിക്കറിയാം. അതുകൊണ്ട് ഇനി അതും ഇതും പറഞ്ഞ് നിങ്ങൾ ആരും ഇങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട. എൻ്റെ കല്യാണം നടന്നില്ലെങ്കിൽ സാരമില്ല, നിങ്ങളെ ഞാൻ ക്ഷണിച്ചതിന് മാപ്പ് ചോദിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അനു സംസാരിക്കുമ്പം ചേച്ചിയുടെ കല്യാണം നടന്നിരിക്കും, എൻ്റെ അമ്മാവനൊന്നിങ്ങ് വന്നോട്ടെ. ഗിരിദേവ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇനിയും എനിക്ക് ആഗ്രഹങ്ങളൊന്നും വേണ്ട, ഇത് നടക്കില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടെന്നും പറയുമ്പോൾ ചേച്ചി വിഷമിക്കേണ്ട ചേച്ചി, വിചാരിച്ച സമയത്ത് കല്യാണം നടക്കുമെന്ന് തന്നെ പറഞ്ഞ് ഗിരിദേവൻ അവിടെ നിന്ന് അങ്ങ് പോവുക. അപ്പം അനു ഈ ഇരുന്ന് കരയുകയൊക്കെ ചെയ്യുമ്പം അനുവിൻ്റെ സ്വന്തക്കാർ ചേച്ചിമാർ വന്നിട്ട് പറയുന്നുണ്ട്, മോളെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്, ആൾക്കാരൊക്കെ നിന്നെ അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്, അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് ഒരുങ്ങി വാ. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഈ വേഷത്തിലാണോ? ഒരു സ്വർണം പോലും എൻ്റെ ദേഹത്തില്ല, ഞാനൊരു കല്യാണ പെണ്ണാണല്ലോ, പക്ഷേ സ്വർണ്ണം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് ഇനി ആൾക്കാരുടെ മുന്നിലേക്ക് വരിക എന്നും പറഞ്ഞ് ഇവള് സങ്കടപ്പെടുക. അപ്പം അതിലൊരു ചേച്ചി പറയുന്നുണ്ട്, മോളെ ആൻറ്റിയുടെ സ്വർണം മോൾക്ക് ആൻറ്റി തരാം, മോളിപ്പോൾ അതൊക്കെ അണിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വാന്ന് പറയുമ്പം ആൻറ്റിയുടെ മനസ്സിന് നന്ദിയുണ്ട്. എന്തായാലും കല്യാണം നടക്കില്ല എന്ന് എനിക്കറിയാം, ഞാൻ എന്തായാലും നാണം കെടാൻ വരില്ല എന്നും പറഞ്ഞ് അനു അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കിനും നമ്മളെ മുറ്റത്ത് ലെമ്പോ അവതരിക്കുക കേട്ടോ. ലെമ്പോ എത്തുന്നത് സിദ്ധനമ്മാവൻ്റെ വേഷത്തിലാണ്. അങ്ങനെ അമ്മാവൻ പാട്ടും കൂത്തും ഒക്കെ നടക്കുന്ന വേദിയിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇതേ എല്ലാവരും പാട്ടൊക്കെ നിർത്തിക്ക്, എൻ്റെ അമ്മാവൻ എത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഗിരിദേവനാണെങ്കിൽ സിദ്ധനമ്മാവനെയും കൂട്ടി അവിടെ എത്തുക. അപ്പൊ തന്നെ നമ്മുടെ വല്യമ്മാവൻ എഴുന്നേറ്റിട്ട് പറയുക, അശോ സിദ്ധനമ്മാവൻ കണ്ടാലും പറയും, സത്യം പറ ഏത് ജയിലിൽ നിന്നാണ് നിന്റെ സിദ്ധനമ്മാവൻ വരുന്നതെന്നും ചോദിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പം അതെ സിദ്ധനമ്മാവ, ചില അമ്മാവന്മാരുണ്ട് ഒരു ബന്ധവും ഇല്ല എന്നിട്ട് ഇവിടെ ആട്ടയെ കൂട്ട് ഒട്ടി നിൽക്കുന്നത്. അപ്പൊ വാവ ഇതൊക്കെ പറയുമ്പോഴത്തേക്കിനും സിദ്ധനമ്മാവന് മനസ്സിലായി ഇങ്ങേരാൾ ഇച്ചിരി പുലിയാണ്, അപ്പൊ ഇയാളെ ഒന്ന് എലിയാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് സിദ്ധനമ്മാവൻ ആ പുള്ളിക്കാരൻ്റെ തലയിൽ ഇങ്ങനെ തൊടുന്ന സമയത്താണെങ്കിലോ അമ്മാവൻ നല്ല ഗംഭീരമായിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി. വല്യമ്മാവൻ്റെ ഡാൻസ് കണ്ട് കുട്ടികളൊക്കെ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പം അമ്മാവൻ കിടന്ന് ഇങ്ങനെ പേക്കൂത്ത് കാണിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ മഹേഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു വല്യമ്മാവ, ഞങ്ങളെങ്ങനെ നാണം കെടുത്തല്ലേ, ഒന്ന് അടങ്ങെന്ന് പറയുക. അല്ലാതെ ഇയാൾ പറഞ്ഞത് ശരി തന്നെയാട്ടോ, ഇയാൾ പറഞ്ഞത് സത്യം തന്നെയാണ്. എന്തായാലും ഇങ്ങേർക്ക് സിദ്ധി ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ മഹേഷിന് ബോധ്യപ്പെടുകയാണ്. വല്യമ്മാവൻ്റെ നിലയിൽ തൊട്ടതല്ലേ ഉള്ളൂ, അമ്മാവൻ നല്ല സൂപ്പറായിട്ട് ഡാൻസ് കളിച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടി എവിടെയാണ്, വധു എവിടെയാണ് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പം വധു അകത്തുണ്ട്, കല്യാണം നടക്കില്ല എന്നുള്ള സങ്കടത്തിൽ നിൽക്കുകയാണ്. എനിക്ക് അനുവിനെ കാണണം എന്നുള്ള കാര്യം സിദ്ധനമ്മാവൻ പറയുന്നത് കാണിച്ചുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് അടുത്ത കഥയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.